വിശേഷങ്ങളുമായി ചേരുന്നു സുനിൽ സർ, വേദ സുനിൽ, അശോക് ഏട്ടൻ ആൻഡ് അരുൺ. വെൽക്കം ടു സ്കൈലാക്ക് പിക്ചേഴ്സ്. ചേട്ടൻ്റെ ഭാര്യയെ അയാളുടെ കാമുകി ആണ് എന്ന് ഫിക്സ് ചെയ്യുക. കണ്ണിലൊക്കെ ഉണ്ട് അശോകേട്ടൻ്റെ. ഇങ്ങനെ ആവാൻ അതൊക്കെ ചെട്ടിക്കിനിക്കാ പറയില്ല. എനിക്കൊന്ന് ശനി ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വലിയ പക്ഷേ ഏറ്റവും സന്തോഷം ശനിയാഴ്ച രാത്രി എയർപ്ലീസിൽ ഇങ്ങനെ പോകുമ്പോ എതിരെ ഒരു ലേഡി ബേർഡ് വരാറുണ്ട്. അന്ന് ലേഡിയൊന്നും നോക്കാറൊന്നുമില്ല. അതൊക്കെ പിന്നീട് അതൊക്കെ ഒരു സ്ത്രീ കാർ ഓടിച്ച് പോയി കഴിയുമ്പോൾ ഒരു പെണ്ണ് കാർ ഓടിച്ചോണ്ട് പോകുന്നു പറയുന്നു. അന്ന് ഒരു സ്ത്രീ കാർ ഓടിച്ചോണ്ട് പോകുന്നു പറയും. ചുരുക്കമേ കാണാറുള്ളെന്ന്. പെൺപിള്ളേരെ വഴിക്ക് ഓടിച്ചു പോകുന്നു. കുറേ ആമ്പിള്ളേർ കുറെ മണ്ടന്മാരെ പോലെ പോകുന്നതാണ്. ഡെയിലി 2 പടം കാണും. എടാ അങ്ങോട്ട് പോലെ കുഴി ഒരു പോകണ്ടല്ലോ. അതൊക്കെ വെള്ളം അടിച്ചിട്ട് ഈ സോമേഷനെ ചീത്ത വിളിക്കുന്ന തറയായിട്ടുള്ള സംഭവം. നല്ല പ്രശ്നം കണ്ടാൽ ടെൻഷൻ വീഴും. ടെൻഷൻ ഉണ്ടാവും, പക്ഷെ കഴിച്ചോണ്ടിരിക്കും. കോൺസെൻട്രേഷൻ പിന്നെ വേദൊക്കെയായിരിക്കും. വേദ എപ്പോഴും ടെൻഷനായിട്ട് ജോണിയെ ഒരു നടനായിട്ടുള്ളവരെ ഒന്നിച്ച് അഭിനയിക്കുന്ന ഈ പടത്തിൽ ഞാൻ ജോണിയെ ഒരു ഡയറക്ടറായിട്ട് നമുക്കറിയോ. ചില പടങ്ങളൊക്കെ വേണ്ടാന്ന് ചില ചുരുക്കമായിട്ട് ചില സംഭവങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്തുള്ള അതെ പിന്നീട് ഇതിനകത്ത് ഒരുപാട് ട്രോള് വരുന്നുണ്ട്. അതിനകത്ത് ഒരു പാട്ടുകൂടെ മിക്സ് ചെയ്യുന്നത്. ആദ്യം ഒരു പാട്ടാണ്, ഇപ്പൊ വേറൊരു പാട്ടായി പാടുന്നത്. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു ആർ വാച്ചിങ് സ്കൈലാക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഏപ്രിൽ 19 കേക്ക് സ്റ്റോറി വരികയാണ്. കുറേ കാലയളവിന് ശേഷം സുനിൽ സർ ഡയറക്റ്റ് ചെയ്യുന്നൊരു മലയാളം സിനിമ വീണ്ടും നമ്മളിലേക്ക് വരികയാണ്. വിശേഷങ്ങളുമായി ചേരുന്നു സുനിൽ സർ, വേദ സുനിൽ, അശോക് ഏട്ടൻ ആൻഡ് അരുൺ. വെൽക്കം ടു സ്കൈലാക്ക് പിക്ചേഴ്സ്. ഓക്കെ, ഫസ്റ്റ് അശോകേട്ടൻ, എനിക്ക് ആദ്യം തന്നെ അശോകനോട് ചോദിക്കാനുള്ള എന്താണെന്നറിയോ, ശരിക്കും അശോകേട്ടൻ സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു സിനിമ വരുന്നു. അങ്ങനെയാണ് ഞാനിതിന് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കേക്ക് സ്റ്റോറി എന്ന് പറയുമ്പോൾ ആളുകൾ കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. കാരണം ഒരു ആ പേരിൽ തന്നെ എന്തോ ഒരു കൗതുകമുണ്ട്. സോ എന്താണ് നമുക്ക് ആളുകൾക്ക് എങ്ങനെയാണ് അത് എക്സ്പെക്ട് ചെയ്യേണ്ടത് ആ സിനിമ? കേക്ക് സ്റ്റോറി, കേക്കിൽ എന്താണ് ഇങ്ങനൊരു പേര് ശരിക്കും നമ്മളെ മലയാള സിനിമയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പേരുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതുവരെ വന്നിരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് തീർച്ചയായിട്ടും മനസ്സിൽ കരുതുന്നുണ്ട് എന്താ കേക്ക് സ്റ്റോറി, എന്തായിരിക്കും കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത്, കുറേ കേക്ക് തിന്നുന്നതായിരിക്കും എന്നൊക്കെ പലരും തോന്നാമല്ലോ. അപ്പം അത് ശരിക്കും കേക്ക് സ്റ്റോറി, കേക്കിനകത്തൊരു സ്റ്റോറി ഉണ്ട്. കേക്ക് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്, പക്ഷേ അതൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും കേക്കിൻ്റെ പിന്നാമ്പുറം അതിൻ്റെ പുറകിലൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടച്ചിങ് ഒരു സ്റ്റോറി ഉണ്ട്. അതാണ് കേക്ക് സ്റ്റോറി. പല ഫ്ലേവർ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫീലിങ്സ് ഉള്ള ഒരു സിനിമ. അതെ ജീവിതത്തിൽ തന്നെ മനുഷ്യർക്ക് തന്നെ ഒരുപാട് പിന്നെ വേരിയേഷൻസ് ഉണ്ടല്ലോ. ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ഓരോ സ്വഭാവങ്ങൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ, പലതരത്തിലുള്ള സ്വഭാവക്കാരന് പല അനുഭവങ്ങളുണ്ട്. ചിന്താഗതികൾ പിന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം മുമ്പുള്ള കാലങ്ങളെക്കാൾ ഇപ്പോൾ കേക്ക് തന്നെ പറയാൻ ഒരുപാട് ഫ്ലേവേഴ്സ് ഒരുപാട് അല്ലേ. മുമ്പൊക്കെ 2-3 കേക്കൊക്കെ നമുക്ക് മാക്സിമം പറയാൻ പറ്റുള്ളൂ. ഇന്നതല്ലല്ലോ. അതങ്ങനെ ഒരുപാട്, ഇപ്പോൾ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞാലും ഒരുപാട് ഫ്ലേവേഴ്സ് ഇല്ലേ. അപ്പോൾ അതുപോലെ കേക്കിനെ സംബന്ധിച്ച് കേക്ക് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ ഒരു സന്തോഷം പകരുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് കേക്ക്. അപ്പോൾ അത് ആ സന്തോഷത്തിലും ഒരു പ്രയാസം ഉണ്ടാകും അല്ലേ. നമ്മൾ ഒരാൾ ചിരിച്ചൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളത് ഹാപ്പി ആയിട്ട് നടക്കുന്നു എന്ന് പറയും. അയാൾ എപ്പോഴും വളരെ പ്ലസൻ്റാണ്. പക്ഷേ അയാളുടെ അടുത്ത് കഴിയുമ്പോൾ അയാളുടേതായ ചില പ്രയാസങ്ങളും കാര്യങ്ങളും ചില പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അയാൾക്കുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ കേക്ക് സന്തോഷകരമായ കാര്യം കഴിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിലും അതിൻ്റെ പുറകിൽ ചില നല്ലതും ചീത്തയും സന്തോഷവും ദുഃഖവും ചില സംഭവങ്ങളുണ്ട്. അതാണ് എൻ്റെ അടിസ്ഥാനം കേക്ക് സ്റ്റോറി. അശോകൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ത് തരം കഥാപാത്രമാണ്? ഇപ്പൊ നമ്മൾ അവസാനം ഇരുന്നത് പാലുമ്പഴമായിരുന്നു. അതിലൊരു കുറച്ച് കോഴിയായിട്ടുള്ള ഒരു ബാങ്ക് മാനേജറൊക്കെ ആയിരുന്നു ആള്. അപ്പൊ ഇവിടെ എന്താ പരിപാടി? ഇവിടെ കോഴി തറവൊന്നുമല്ല. ഓക്കെ, ഇതിനകത്ത് വളരെ പക്വതയുള്ള ഒരു കഥാപാത്രം, വളരെ പക്വതയുള്ള അങ്ങനെയുള്ള ഒരു തമാശകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മളതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊന്നുമല്ല. നാച്ചുറലി വരുന്ന തമാശകൾ, സിറ്റുവേഷൻ വെച്ചുള്ള തമാശകളൊക്കെ ഉള്ളൂ. ഇത് കുറച്ച് വളരെ ഒരു സീരിയസ് ക്യാരക്ടറാണ്, ഒരു കേന്ദ്ര കഥാപാത്രമാണ്. തമാശകളുണ്ടോ എന്ന് വെച്ചാൽ സിറ്റുവേഷൻ വെച്ചുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സീരിയസ് കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള കഥാപാത്രമാണ്.
ഇയാളുടെ കുഞ്ചു വർഗീസ് ആണ് ഈ എന്താണ് കാര്യം. പേര്? കുഞ്ചു വർഗീസ്. കുഞ്ചു വർഗീസ്. ആ, അപ്പോൾ അങ്ങനെ കുറേ വിദേശ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഓ. പുള്ളിക്കൊരു ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ ചില കഥകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ഉള്ളൊരു കഥാപാത്രമൊക്കെയാണ്. വളരെ നല്ല ഒരു മനുഷ്യത്വമുള്ള ഒരു കഥാപാത്രമാണ്. മനുഷ്യത്വമുള്ള കഥാപാത്രമാണ്. ഓരോ മനുഷ്യർക്കും ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ കുറച്ച് സന്തോഷവും ദുഃഖവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേ അനുഭവങ്ങളുള്ളൊരു കഥാപാത്രമാണ് കുഞ്ചു വർഗീസ്. അതിൻ്റെ ഡീറ്റെയിൽസ് സിനിമ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ പറയുക, കാണുക. ഓക്കെ. അരുണിനെ കാണുമ്പോൾ ശരിക്കും നമുക്കൊക്കെ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, ഒളിമ്പിൻ അന്ത്യോണയത്തിൽ ആ ഒരു പാട്ടാണ് ഇങ്ങനെ മനസ്സിലെ BGM-ൽ ഇങ്ങനെ തള്ളിച്ച് ഇങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനെപ്പോഴും ചോദിക്കുന്നത് ആണല്ലേ. നമുക്ക് നിലാപ്പൈതലെ ഇങ്ങനെ തെറ്റി വരും ഉള്ളിൽ, ഇങ്ങനെ ഒരു ഓർമ്മയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു മുഖമാണ് ഇപ്പോഴും അരുൺ. ആ ഒരു ഫേസ് ഉണ്ട് ആക്ച്വലി ശരിക്കും. ഇല്ലേ, എവിടെ ഇല്ലേ ചേട്ടാ സാർ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പോഴും അത് ആ സ്വഭാവമാണെന്നാണ് പറയുന്നത്. അല്ലല്ല, ഫേസ് അല്ല, അന്നൊക്കെ നമുക്ക് ആരാധന ഇതുപോലത്തെ ഒരു പയ്യനാവണം. അടിയിലൊക്കെ ഇങ്ങനെ പോകുന്നില്ലേ, ആ ബസ്സിന്റെ അടിയിൽ കൂടെ ഒക്കെ അതേപോലത്തെ റോൾ മോഡലാക്കിയ ആൾക്കാരുണ്ട്. ആ പ്രായം അങ്ങനെ ആയിരുന്നല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ അരുൺ ശരിക്കും എന്താണ് കഥാപാത്രം? കേക്ക് സ്റ്റോറി എങ്ങനെയാണ് അരുണിൽ സംഭവിക്കുന്നത്? കേക്ക് സ്റ്റോറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കേക്കാണ് നമ്മുടെ ഫുൾ നായകൻ എന്ന് പറയുന്നത്. കേക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഫുൾ കഥ പോകുന്നത്. അതിൽ അടുത്തൊരാളെന്ന് പറയുന്നത് വേദയാണ്. വേദയുടെ ക്യാരക്ടറാണ്. വേദയുടെ ക്യാരക്ടർ പോകുന്ന അപ്സ് ആൻഡ് ഡൗൺസിലെല്ലാം കൂടെ നിൽക്കുന്ന ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ ക്യാരക്ടറാണ് എൻ്റെ. ത്രൂ ഔട്ട് ഉണ്ടാവും പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിൽ. കേക്കിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു കഥയാകുമ്പം പല പ്രശ്നങ്ങളും, സന്തോഷവും, നേരത്തെ പറഞ്ഞ സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ടാവും. അതിലെല്ലാ സമയത്തും കൂടെ ഉണ്ടാവുകയും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന സ്ഥലത്ത് കണ്ടെത്തുകയും പറ്റാത്ത സ്ഥലത്ത് കൂടെ നിൽക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് എല്ലാ കാര്യത്തിനും ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ്. വേദയുടെ ക്യാരക്ടറിന്റെ ബെസ്റ്റ് ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്കറിയില്ല, പറയാൻ പറ്റും. റൈറ്റർ. യെസ്. അപ്പോൾ വേദ, അരുണിന്റെ കഥാപാത്രം വേദയുടെ കഥാപാത്രത്തിന്റെ ബെസ്റ്റ് ആണോ ശരിക്കും? അങ്ങനെയും പറയാം. എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അതായത് എൻ്റെ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കിട്ടാവുന്ന പണികളൊക്കെ വന്ന് വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്. വേദ പറയാൻ പറഞ്ഞ കാരണം വേദയാണ് റൈറ്റർ. കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും അത് എന്താണെന്നുള്ള ക്യാരക്ടർ. സുനിൽ സാർ ഇരിക്കുമ്പോൾ ശരിക്കും നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ട എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ദമാര സൂക്ഷിക്കുകയാണ് എൻ്റെ ഫേവറേറ്റ് അതിൽ. കാരണം ഒരുപാട് ചെറുപ്പത്തിലെ ചിരിച്ച് ഇപ്പോഴും ഒക്കെ ഓർമ്മയിൽ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു റീകോളിന് ആവശ്യമില്ലാത്തൊരു സിനിമ ശരിക്കും. അപ്പോൾ സാർ ഒരുപാട് സിനിമകൾ നമുക്ക് തന്നു, പിന്നെ കുറേ ഒരു ഗ്യാപ്പ്. ഞങ്ങൾക്ക് സാറിനെ ശരിക്കും മിസ് ചെയ്തു. സാർ എവിടെയായിരുന്നു? എന്തായിരുന്നു മലയാള സിനിമ ചെയ്യായിരുന്നു? അതിന് ഉത്തരം വേദയാണ്. കാരണം വേദ പഠിച്ചത് ഗുരുകുല സമ്പ്രദായത്തിലാണ്. അതെന്റെ വേറെ ചോദ്യം. അതെ, വേദയെ പഠിപ്പിക്കാനായിട്ട് വേദയെ ഭാരതം മുഴുവൻ യാത്ര ചെയ്ത് 12 വർഷം കൊണ്ട് ഒരുക്കിയെടുക്കാൻ സ്കൂളുകളിലെ കൂട്ടിയല്ല വേദ പഠിച്ചത്. അപ്പം അങ്ങനെ ഒരു ഒരുക്കിയെടുക്കലായിരുന്നു ഈ 12 വർഷം ഞാൻ ചെയ്തത്. അതിനായിരുന്നു ഞാൻ സിനിമയിൽ നിന്നൊന്ന് മാറി വന്നത്. പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് എനിക്കെന്തോ ഒരു മാറ്റം തോന്നി, വേദയെ അല്ലാതെ പഠിപ്പിച്ചു. അതിൽ നിന്നാണ് ഇപ്പോഴത്തെ വേദ രൂപപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊരു ആധ്യാത്മിക രീതിയിലൊന്ന് പോയി. അതെ, ആത്മീയത അതിന്റെ ബേസ് ആത്മീയത തന്നെയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ സന്യാസമല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വയം തിരിച്ചറിയാം. നമുക്ക് നമ്മളെ സ്വയം തിരിച്ചറിയാനാവും, മറ്റുള്ളവരും തിരിച്ചറിയാനാവും. അതാണ് അതിന്റെ ബേസ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമുക്ക് ചില ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ആവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാർ അവസാനം ആരാണ് ഈ ഒരു കഥയുടെ തുടക്കം? വേദയോട് സാർ ഒരു കഥ, വേദക്കൊരു എഴുത്തിൻ്റെ ശീലമുണ്ട്, ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് വായിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കഥ ഉണ്ട് എന്ന് അച്ഛനോട് ആദ്യം പറയുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ മോൾ അങ്ങനെ ഒരു കഥ എഴുതിയാൽ അച്ഛൻ സംവിധാനം ചെയ്യാം എന്നാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം? ആരും പറയാം. ഈ കോവിഡിന്റെ ടൈമില് ഈ ഹോം ബേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, കേക്ക് മേക്കിംഗ് ഒക്കെ ഒരുപാട് വന്നല്ലോ. അപ്പൊ അതൊന്നും എനിക്കൊരു കേക്കിന്റെ ഒരു തീം വന്നു, സ്റ്റോറി തീം വന്നു. ഞാൻ അച്ഛനോടത് പറയുകയുണ്ടായി. അപ്പൊ അത് സിനിമയാക്കാമെന്നുള്ളതിലേക്ക് അച്ഛനാണ് എത്തുന്നത്. അച്ഛനെ കൺവിൻസ് ചെയ്യാൻ എത്രത്തോളം പാടുപെട്ടൊരു കാര്യമാണ്? അച്ഛനെ കൺവിൻസ് ചെയ്യാൻ എനിക്കധികം കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോറീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് പറയുമ്പം ചില സ്റ്റോറീസ് വർക്കൗട്ട് ആവുമെന്നും നീ അത് എഴുതിക്കോ എന്നും, ചിലത് പിടിക്കേണ്ട, അത് അത്രയും ഓക്കെ അല്ല എന്നുള്ളതും കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ളൊരു അഭിപ്രായം അച്ഛൻ പറയാറുണ്ട്. ഇത് കേട്ടപ്പോൾ അച്ഛന് നല്ലപോലെ വർക്കാവും, നീ അത് വർക്കൗട്ട് എഴുതുക എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാനത് എഴുതാം എന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ അത് അച്ഛൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു, അവർക്കത് ഓക്കെയാണ്, നമുക്കത് പ്രൊജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. അത് ഫാസ്റ്റായിട്ടായിരുന്നു, അത് കുറച്ച് പ്രോസസ്സ് കുറച്ച് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. ഈ 5ാം ക്ലാസ്സിൽ തൊട്ട് നോർമൽ ഇപ്പം നമ്മൾ പിന്തുടർന്ന് വരുന്ന ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായം മാറ്റി എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുകാർ വേദ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സ്കൂളിൽ പോകണം അച്ഛാ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ശരിയാ. ഞാനും ആ സമയത്ത് അങ്ങനെ പറയില്ല സ്കൂളിൽ പോകാൻ. അങ്ങനെ നമ്മൾക്കെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പറഞ്ഞത്. പക്ഷെ ഒന്നും മടിയുണ്ടായിരുന്നു സ്കൂളിൽ പോകാൻ? മുഴുവൻ മടിയാണ്. അല്ല, ഇതാണ് ഇതിന്റെ ഉത്തരതാണ്. സ്കൂളുകൾ മോശമോ ചീത്തയെന്നല്ല, ഭൂരിപക്ഷം ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ചേട്ടനോട് ചോദിച്ചിരുന്നെങ്കിൽ ഇത് തന്നെയാണ് ഞാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. ശനി ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വലിയ വിഷമമാണ്. ഭയങ്കര വിഷമമാണ്. പക്ഷെ ഏറ്റവും സന്തോഷം ശനിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച. ശനിയാഴ്ച ശനി ഞായർ അവധി. ശനി ഞായർ അവധി. പിന്നെ ഈ നീണ്ട ഓണാവധി, ക്രിസ്മസ് അവധി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴും വിഷമമാണ്. ഭയങ്കര വിഷമം. സ്കൂള് തുറക്കുമ്പോൾ ആ ദിവസം ചിലപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. കാരണം പുതിയ ഷർട്ടും ട്രൗസറും ഒക്കെ കിട്ടും. ചിലപ്പോൾ ഒരു പുസ്തകം കൊണ്ടുപോകാൻ ബാഗ്, ഈ പുതിയ പുസ്തകമൊക്കെ ആ മണം മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേ സാറുമാരെ അടിയുമായി. പിന്നെ ഈ പുസ്തകം ആദ്യത്തെ ചൂടിലെല്ലാം കുട്ടപ്പനായിട്ടൊക്കെ നോക്കി ഒക്കെ വെക്കും. പക്ഷെ പിന്നീട് ഇത് ഉഴപ്പവും ചെയ്യുന്നു, പഠിക്കത്തുമില്ല. അല്ല, എന്റെ ബുക്ക് കഥയും മണം പോലെ ഇരിക്കും. തുറന്ന് നോക്കി പഠിച്ചാലൊക്കെ. അത് ശരി. ഈ മഴയൊക്കെ തന്നെ ഞാൻ അന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഡെയിലി പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 6-7 കിലോമീറ്റർ നടന്നാൽ പോകും സ്കൂൾ. എനിക്ക് ഈ ഒരു സംശയം പണ്ടോട്ടുള്ളത്. പണ്ടത്തെ നമ്മളെ ഈ ഒരു അശോകൻ്റെ അല്ലെങ്കിൽ സാറിൻ്റെ ഒക്കെ ഒരു ജനറേഷനിലുള്ള ആളുകൾ പറയുന്ന ഒരു കഥയാണ്. ഞങ്ങൾ കഥയല്ല, അത് വാസ്തവമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പം നമ്മുടെ ജനറേഷൻ ഗ്യാപ്പിൻ്റെ പ്രശ്നമായിരിക്കാം. ഈ ഞങ്ങൾ ദൂരങ്ങൾ താണ്ടി, എന്താ പറയുക, കാടും മലയും താണ്ടിയൊക്കെയാണ്. കാടും മലയൊന്നും അല്ലെങ്കിൽ പോലും ഞാനൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞാൻ ആദ്യം അതായത് ഒരു 6-7 ക്ലാസ്സിൽ പഠിച്ചപ്പോഴൊക്കെ ചേപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാൻ ചേപ്പാടിൻ്റെ അങ്ങ് അറ്റമാണ്. അപ്പോൾ അവിടെ നടന്ന് വരികയാണെങ്കിൽ അന്നൊരു നടക്കുന്നൊരു പ്രശ്നമല്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എങ്ങനെ പോലും ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവും നോക്കുകയാണെങ്കിൽ. 6 കിലോമീറ്റർ കുറയില്ല. അതിനുശേഷം ഹൈസ്കൂളിൽ വന്നപ്പോഴും നടന്നു പോകും. അതും അത്രയും നേരം കിലോമീറ്റർ ഉണ്ടാവും. ചില ദിവസം ബസ്സിൽ പോകും. അന്ന് ബസ്സിൽ കയറി പോകാൻ ഒരു കൊതി കാണും. 10 പൈസയുള്ളന്ന് പിള്ളേർ സ്റ്റുഡൻസിൻ്റെ ഇതൊക്കെ കാർഡൊക്കെ കാണിച്ച് 10 പൈസകൾ, അന്നത്തെ 10 പൈസ, അന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നടന്നു പോകാനൊരു സുഖമാണ്. ഈ ബസ്സിൽ കയറും ഇങ്ങനെ പോകാനൊക്കെ ത്രില്ലാണെന്ന്. പിന്നെ കോളേജിലായി കഴിഞ്ഞപ്പോഴാണ് സ്ഥിരമായിട്ട് ബസ്സും പിന്നെ ഒരു സൈക്കിളും ഉണ്ടായിരുന്നു. അന്ന് സൈക്കിളാണ്, ഇന്നത്തെ പോലെ കാറും ബൈക്കും ഒന്നും ഇല്ലല്ലോ. ആ സൈക്കിൾ, ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ എടുത്തിട്ട് ആ സൈക്കിൾ കേട്ടുമ്പോൾ തന്നെ ഒരു പെടൽ കിടക്കും, പിന്നെ കട്ടക്കടക്കാണെന്ന് കേൾക്കുകയും ചെയ്യും. ആണക്കേടുക. അത് നമ്മൾ നോക്കാറൊന്നുമില്ലത്. തുടച്ച് മിനിക്കൊക്കെ വെക്കും. ചവിട്ടി കഴിയുമ്പോൾ ഈ കരച്ചിലോട് കൂടിയാണ്, കരഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത്. പക്ഷെ അത് നമ്മൾ പോകും സൈക്കിളിൽ. ഏത് സൈക്കിളായിരുന്നു? മറ്റേ അല്ല, അന്നത്തെ ഹെർക്കുലീസ് ആയിരുന്നു. ഹെർക്കുലീസാണ്. ഹെർക്കുലീസിൽ ഇങ്ങനെ പോകുമ്പോൾ എതിരെ ഒരു ലേഡി ബേർഡ് വരാറുണ്ടായിരുന്നു. അന്ന് ലേഡിയൊന്നും നോക്കാറൊന്നുമില്ല. അതൊക്കെ പിന്നീട് അതൊക്കെ. ഓക്കെ, പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. പെണ്ണ് പോലെ കുറവാണ് അന്ന് പറഞ്ഞാൽ ഉണ്ട്. അന്ന് ചെറുതായിട്ട് ഈ ക്രോസ് ബാർ ഇല്ലാതെ അതിങ്ങനെ വളഞ്ഞിട്ട് സംഭവം ഉണ്ട്. അതന്നെ ലേഡി അതൊന്നുണ്ട് അന്ന് വന്ന സമയം. പക്ഷെ അന്നൊക്കെ ഒരു ഈ പെൺപിള്ളേരന്ന് ഇതൊക്കെ വന്ന് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ചില ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരൊക്കെ ഇവരെ കൂവും. സൈക്കിളിൽ പോകുന്നത് പെൺപിള്ളേർ സൈക്കിളിൽ പോയാൽ കൂവില്ല. അന്ന് പുറകെയാണെന്ന് പോകുന്നത് ഭയങ്കര കഷ്ടമായിരിക്കും, വിഷമം തോന്നും നമുക്കത്. നാട്ടിൻ പ്രദേശത്തുള്ള ചില രീതികൾ അതൊക്കെ. ഗ്രാമങ്ങളിലുള്ള ചില ഒരു സ്ത്രീ കാർ ഓടിച്ച് പോയി കഴിയുമ്പോൾ ഒരു പെണ്ണ് കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു പറയുന്നു. അന്ന് സ്ത്രീ കാർ ഓടിച്ചോണ്ട് പോകുന്ന പറയും. ചുരുക്കമേ കാണാറുള്ളന്ന്. ഇന്നിപ്പോൾ അവരേ ഉള്ളു ആണുങ്ങൾ ഓടിക്കുന്നില്ല. ഇന്ന് ബൈക്കിൽ ഓടിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന പെൺപിള്ളേരെ ബൈക്ക് ഓടിച്ചു പോകുന്നു. പുറകെ ആമ്പിള്ളേർ കുറെ മണ്ടന്മാരെ പോലെ ഇന്ന് പോകുന്നതാണ് ചിലപ്പോൾ. അല്ല, ഞാൻ കുറ്റമല്ലേ പറയാം, തമാശ പറയുന്നതല്ല. പക്ഷെ അത് മാറി ഓപ്പോസിറ്റായി ഇപ്പോഴും. അതാണ് ഇപ്പോൾ ബസ്സിലാര് പോകും, കോളേജിൽ നിന്ന് ബസ്സിൽ പോകുന്നത്, സൈക്കിളിൽ പോകും. ബൈക്കും കഴിഞ്ഞുള്ള സംഭവങ്ങളിലേക്ക് വന്നിപ്പോഴും. നമ്മളൊക്കെ ഇതെല്ലാം ഒരുപാട് അന്നൊക്കെ ഒരു ബസ്സിക്കാരൻ കുതിയായിട്ട് കിടന്ന് സൈക്കിളിൽ പോകാൻ കുതിയായിരുന്നുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാലമായിരുന്നു ഞങ്ങളുടെയൊക്കെ ആ പീരീഡ്. എല്ലാം പോയില്ല, അതെല്ലാം മാറി മാറി മാറി. ഓക്കെ സാർ, ഈ 12 വർഷത്തെ ഒരു ഇടവേള ഒരു വലിയൊരു ഇടവേളയാണ്. ആ ഇടവേളയിൽ ഒരു മലയാള സിനിമ ഒരുപാട് ഉത്തുംഗതയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിരീക്ഷണമാണല്ലോ, പുറത്തുനിന്ന് സിനിമയെ അറിയാവുന്ന ഒരാൾ സിനിമയെ നോക്കിക്കാണുന്നൊരു വിധമുണ്ട്. ഇത് ശരിക്കും എങ്ങനെയായിരുന്നു സാറിന്? എന്താണ് ഒരു വിപ്ലവകരമായ മാറ്റമായിട്ട് തോന്നുന്നത്? അത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫീൽ ചെയ്ത്, കാരണം ഞാനും വേദിയും കൂടി ഡെയിലി 2 പടം കാണും. അപ്പോൾ അത് ഒന്ന് നമ്മുടെ മലയാള പടം കാണും, ഒന്ന് മറ്റേതെങ്കിലും ലാംഗ്വേജ്, ഇംഗ്ലീഷ്, തമിഴ് ഏതെങ്കിലുമൊക്കെ കാണും. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അപ്ഡേറ്റ് ആയിരുന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ കാലം
കാലത്തിൻ്റെ പ്രശ്നങ്ങളല്ല. കാലത്തിനനുസരിച്ച് ടെക്നോളജി മാറുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ പതിയുന്ന ആ വിഷ്വൽസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ സെയിം തന്നെയാണ്. ഒരു കഥയെ എങ്ങനെ നമ്മൾ സമീപിക്കണം, ആ കഥയെ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ആരെ വെച്ച് ചെയ്യണം, ഇത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് അന്നും ഇന്നും എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ തോന്നിയിട്ടില്ല. ടെക്നോളജി മാറിയിട്ടുണ്ട്. അതാണ്. വേദ, അച്ഛൻ എന്തൊക്കെയാ ഒരു സിനിമ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അത് കണ്ടോ, ആ ഷൂട്ടിങ്ങിന് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാറുണ്ട്? അച്ഛൻ സിനിമ കാണുമ്പോഴല്ല പറയാ, സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കും നിങ്ങൾ എന്തിനാ പടത്തിലെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ചോദിക്കാറുണ്ട്. അതായത് ഞങ്ങളതൊരു സ്റ്റഡി മെറ്റീരിയൽ മീൻസ് അത് ചില സമയത്ത് ആ സ്ക്രിപ്റ്റ് അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായേനെ, ചിലപ്പോൾ മ്യൂസിക് സൈഡ് എല്ലാ സൈഡും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊരു പടം കണ്ടിറങ്ങുമ്പോൾ അമ്മ പറയാറുണ്ട് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പടം കണ്ടിറങ്ങി കഴിഞ്ഞാൽ ഡിസ്കഷനിൽ തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ബുദ്ധിജീവികളോട് നിങ്ങൾ എന്തിനാണ് ഇത്രയും ഇൻവോൾവ് ആവുന്നത്. പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കത് പഠിക്കാനും കൂടെ ഉള്ളൊരു സംഭവമാണ്. കാരണം നമുക്കത് ആ ഒരു മൂവി അത് ഈ ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയതിനെ നമുക്ക് തോന്നുന്ന ഒരു സംഭവം. അത് ആ ഒരു രീതിയിലാണ് ഡിസ്കഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോകാം. സെഗ്മെന്റ് കൈൻഡ് ഓഫ് നമുക്ക് ചെറിയ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് കോമഡി മൂവി. എപ്പോൾ കണ്ടാലും എനിക്ക് മടുപ്പ് വരാത്തൊരു മൂവി ഉണ്ട് എനിക്ക്. അശോകേട്ടൻ അഭിനയിച്ച സിനിമയല്ല, അല്ലാത്ത സിനിമ പറയാം കേട്ടോ. അത് ഓഫ് കോഴ്സ് നമുക്കൊക്കെ എപ്പോഴും ഫേവറേറ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് തുടങ്ങിയ സാറിനൊരു കോമഡി സിനിമ സാർ ചെയ്തതല്ലാത്തത്? എനിക്ക് ചാർലി ചാപ്ലിൻ്റെ പടങ്ങളാണ് ഇഷ്ടം. മലയാളത്തിലാണെങ്കിലും? മലയാളത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു മൂവിയാണ് ഗോഡ് ഫാദർ. ഓക്കെ. ഗോഡ് ഫാദറിൽ ഒരു പർട്ടിക്കുലർ സീൻ കണ്ടിട്ട് ഒരു വാവ് ഫാക്ടർ വന്നിരുന്നു. ഓഫ് കോഴ്സ് ആ സിനിമ എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഒരു സീനാണ് അതിന്റെ ക്ലൈമാക്സിലുള്ളത്. ശങ്കരാടിച്ചേട്ടനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ എപ്പോഴും ഓർത്ത് ചിരിപ്പിക്കുന്ന ഒരു സംഭവമാണ് അത്. കാരണം ഒരു ഡയലോഗും ഇല്ല, ഡയലോഗ് ഇല്ലാതെ തന്നെ അത് വളരെ രസകരമായി ചിരിപ്പിച്ചൊരു മൂവി അത്. ഓക്കെ, അവിടെ വേദ പെട്ടെന്ന് മൂവി എടുത്ത് പറയാൻ പറഞ്ഞാൽ കിട്ടില്ല. ദിലീപ് അങ്കിളിന്റെ കുറെ മൂവീസ് ഇഷ്ടമാണ്. ഭയങ്കര ലോ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കോമഡി മൂവീസ് ഇട്ട് കാണാറുണ്ട്. ഒരു സീൻ പറയാൻ പറഞ്ഞതായിരിക്കും ദിലീപേട്ടനെ. അങ്ങനെ ചോദിച്ചാല് പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് കിൽക്കമാണ് മനസ്സിൽ ഓർമ്മ വന്നത്. കിൽക്കത്തിലെ എല്ലാ സീനും ഇവര് രണ്ട് കോമ്പിനേഷൻസ്, ലാൽസാറും ജ്യോതിയങ്ങളും കൂടെ ഉള്ള കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന കുറെ സീക്വൻസസ്. പിന്നെ ഈ പറഞ്ഞ പോലെ തിലകൻ സാറ് പുള്ളിയെ ഓടിക്കുമല്ലോ പിടിക്കാൻ ഫോട്ടോയ്ക്ക്. അപ്പൊ എടാ അങ്ങോട്ട് പോലെ കുഴി എന്നൊരു പോക്കുണ്ടല്ലോ, അതൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും സിനിമയ്ക്ക് പോകുമ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരുന്ന ആൾക്കാരെ ആകെപ്പാടെ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ തിയേറ്ററിൽ ചെന്നത് തമാശ ഭയങ്കര ചിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സീന് വീണ്ടും കണ്ടാലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ടി വിയിൽ വരുമ്പോഴാണെങ്കിലും എല്ലാവരും ഞാൻ അങ്ങനൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിരിക്കാനും കോമഡി കാണാനൊക്കെ. കോമഡി സിനിമകൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അല്ല, എനിക്കിപ്പോൾ അത് പറഞ്ഞാൽ സുനിൽ പറഞ്ഞ കാര്യം തന്നെ ഒന്ന്, ചാർലി ചാപ്ലിൻ്റെ എത്ര കാലഘട്ടം കഴിഞ്ഞു. ഇപ്പോഴും ചാർലി ചാപ്ലിൻ്റെ സിനിമ ഉണ്ട്, ചിലപ്പോൾ അതിനകത്ത് ഡയലോഗ് സിറ്റുവേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയലോഗൊന്നും പലതും ഇല്ലല്ലോ. ഇപ്പോഴും കണ്ടാൽ ചിരിച്ച് നമ്മൾ തലകുത്തി വീഴും. അതേപോലെ ലോറൽ ആൻഡ് ഹാർഡി, രണ്ട് കോമഡി റോൾ ചെയ്തു, പക്ഷെ അസത്യ ആക്ടേഴ്സ് അവരില്ല, ഇവരെല്ലാം. ചാർലി ചാപ്ലിൻ എന്തൊരു ആക്ടറാണ് ഇവരില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ മലയാളത്തിൽ പറഞ്ഞാൽ കുറേ ഉണ്ട് പറയാൻ. പ്രിയദർശൻ്റെ സിനിമകൾ ഒന്ന് മറ്റേ ഈ പറഞ്ഞ കിലുക്കം ഒന്നാണ്, എത്ര കണ്ടാലും മതി വരില്ല. പിന്നുള്ളതെന്ന് പുള്ളിയുടെ തന്നെ താളവട്ടം എന്ന സിനിമ, അത് കണ്ടാലും നന്ദനം, അങ്ങനെ ഒരുപാട് പടങ്ങൾ അങ്ങനെ പറയും. പിന്നെ ഇത് റാംജി റാവ് സ്പീക്കിംഗ് ഇതൊക്കെ ഒരുപാട്. അതിനകത്ത് ഒരു സീന് ചേട്ടൻ എപ്പോഴും സച്ച് സീൻ എന്ന് തോന്നിയ ഒരുപാടുണ്ടാവും ഫേവറേറ്റ് ആയിട്ടുള്ള. അതിനകത്ത് കുറെ ഉണ്ട്. അതിനകത്ത് ഈ ഫേവറേറ്റ് പറയാൻ പറ്റില്ല, നമുക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് താളവട്ടത്തിലെ അവസാനം ഈ ജഗതി ചേട്ടന്റെ സംഭവമുണ്ട്. ഈ വെള്ളം അടിച്ചിട്ട് ഈ സോമേഷനെ ചീത്ത കളിക്കുന്ന തറയായിട്ടുള്ള സംഭവം. അതേപോലെ തന്നെ ഈ കോമഡി സിനിമകൾ ഏറ്റവും നമുക്കൊരു ഇതുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ പ്രിയദർശൻ സിനിമകളാണ്. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം ഇതത് ബോയ് ചിരിച്ചുള്ള ആപ്പീസ് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെ ഒരു ഭയങ്കര രസമാണ്. ഓക്കെ, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ശരിക്കും ചെയ്യാം? ഫസ്റ്റ് എന്തായാലും ചെയ്യാം ഒരു ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ? മുമ്പൊക്കെ പലതും ചെയ്യാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മെഡിറ്റേഷൻ ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ കുറച്ച് സെക്കൻഡ് ടെൻഷൻ പോകും, വർക്കാവും. സാറ് സജസ്റ്റ് ചെയ്യുന്നതാണല്ലേ മെഡിറ്റേഷൻ തന്നെ. എന്ത് ടെൻഷനും നമുക്ക് പോകാം. നമുക്ക് ആ മെഡിറ്റേഷനിൽ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് വാക്വം ആവും. ഇറ്റ്സ് ഓക്കെ.
അതെല്ലാം അങ്ങ് പോകും. അടിപൊളി. ഫുഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുഡിയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്ത് പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവും, ഹാപ്പി ആവും. Great. എവിടെ അരുൺ? ഞാൻ ടെൻഷൻ വരാറില്ല, അതങ്ങ് ശീലമായി. അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു ചില ചില ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ പെട്ടെന്ന് ടെൻഷൻ ആവും. പക്ഷെ അത് അപ്പൊ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ അങ്ങനെ ക്യാരി ചെയ്യുന്ന ഒരു ആളല്ല. ഞാൻ ടെൻഷൻ വരുമ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇതിന്റെ 2 ഇരട്ടിയാവും. ഞാൻ നേരത്തെ ചോദിച്ച ഒരു പടം മിസ്സായി പോയി. അതുപോലെ എപ്പോഴും ചിരിക്കുന്ന പടമാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ. കാലിനായിട്ട് അതിനകത്ത് ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പം ഗോവിന്ദാന്ന് വിളിക്കുമ്പോൾ ഇവരെ ബഹദൂർക്കെല്ലാം കൂടെ മാളച്ചേട്ടല്ലേ ഭയങ്കര ഓരോ സീനകത്ത് ഭയങ്കര ചിരി. സ്പീഡിൽ നടന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ആ സമയത്ത് ഒരു ഫാന്റസൈസ് ചിന്ത അങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. അത് അതിന്റെ സ്ക്രിപ്റ്റ് ബേസ് ആണെങ്കിലും അല്ല, അത് ഈ പടങ്ങളിലെ ഇന്ന് കണ്ടാലും ചിരിക്കും, ഉറപ്പാ, ഒരു സംശയം വേണ്ട. അപ്പൊ ടെൻഷന്റെ കാര്യം, ടെൻഷൻ എനിക്ക് ടെൻഷൻ വന്നാൽ കുറേ നേരത്തേക്ക് ഞാൻ അസ്വസ്ഥനാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തത്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞാൽ ഈ ആ സമയത്ത് ഞാൻ ആഹാരം നന്നായിട്ട് കഴിക്കും. കുറച്ചേരം നല്ല പ്രശ്നം കണ്ടാൽ ടെൻഷൻ വിടും. ടെൻഷൻ ഉണ്ടാവും, പക്ഷെ കഴിച്ചോണ്ടിരിക്കും. കോൺസെൻട്രേഷൻ ടെൻഷൻ മാറിയിട്ടൊന്നുമല്ല, ഞാൻ ഭക്ഷണം നന്നായിട്ട് ആ സമയത്ത് കഴിക്കും. ഇപ്പം ഭക്ഷണം കുറച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഈ ടെൻഷൻ വന്നാൽ കുറേ സമയത്തേക്ക് ഈ ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുന്ന സമയത്ത് വന്നാലേ ഉള്ളൂ കേട്ടോ ടെൻഷൻ വന്നാലേ ഉള്ളൂ. അത് ഞാൻ മൈൻഡ് ചെയ്തില്ല. ആഹാരം കഴിക്കില്ല. ടെൻഷൻ അല്ലാത്ത സമയത്ത് ടെൻഷൻ വന്നാൽ എനിക്ക് മാറാൻ കുറേ സമയം എടുക്കും. എന്ന് പറഞ്ഞാൽ മിനിമം ഒന്ന് ചെറുതായിട്ടെങ്കിലും സോബറാകാൻ വേണ്ടി തന്നെ ഒരു ഹാഫ് ആൻ അവർ എടുക്കും. അത് പിന്നെ പക്ഷെ മാറുകയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ മാറ്റുക, അവരവും മാറ്റിയേ പറ്റുള്ളൂ. വേറെ റീസൺസ് ഒന്നുമില്ല. നമ്മൾ തന്നെ വേറെ ചില പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ച് കണ്ട് അതങ്ങ് മാറിപ്പോകുന്നതാണ്. അങ്ങനെ അതിനുള്ള പരിഹാരം ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ പറ്റൂ. ഓക്കെ, സൂപ്പർ. ഒരു ഫുഡ് കോംബോ അത് എപ്പോൾ കണ്ടാലും ഫുഡ് കോംബോ, ഒരു ഫുഡല്ല, ഒരു ഫുഡിനൊപ്പം വേറെ ഫുഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി മോർ ഹാപ്പി. അങ്ങനെ തോന്നുന്നൊരു ഫുഡ് കോംബോ എന്താണ്? എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ചോറും തൈരും ചമ്മന്തി. ഭയങ്കര ഇഷ്ടമാണ്. നല്ല നാടൻ ചമ്മന്തിയും ചോറും തൈരും. അവിടെ വേദന എപ്പോഴും ഓക്കെ എന്ന് പറയുന്നത് സ്പെസിഫൈ ആയിട്ട് അമ്മ ഉണ്ടാക്കുന്നതാണെങ്കിൽ ദോശയും ചട്നിയും, അത് ഏത് ടൈമിൽ കിട്ടിയാലും കഴിക്കാൻ പറ്റും. അത് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് കുറേ ദിവസം കഴിയുമ്പോൾ വീട്ടിലെത്തിയിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഒരു ദോശയും ആ ഒരു പച്ചമുളകിന്റെ ചട്നി കിട്ടിയാൽ ഹാപ്പി. അമ്മ ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ വളർന്നതെല്ലാം ഗുജറാത്തിലാണ്. അപ്പം അമ്മ അവിടുത്തെ ഒരു കൈൻഡ് ഓഫ് വെജിറ്റബിൾ കറിയും ചപ്പാത്തി ഉണ്ടാക്കും. ആ ചപ്പാത്തി എണ്ണ ഇല്ലാതെ കഴിക്കുന്നത് ആ ഒരു കറിയിലൂടെ മാത്രമായിരിക്കും. ഉരുളക്കിഴങ്ങും സകല കൈ കിട്ടുന്ന പച്ചക്കറി എല്ലാം കൂടി ഇട്ട് കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതെനിക്ക് ഭയങ്കര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അതാണ്. അല്ലാതെ പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി കഴിച്ച ഒരു സമാധാനം, അത് കഴിക്കും. അത് കുറച്ചാണെങ്കിലും മതി, എനിക്ക് കൂടുതലൊന്നും കഴിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു സ്ഥലത്ത് എന്തൊക്കെ വെച്ച് തന്നാലും ശരി, ഞാൻ ബിരിയാണി ട്രൈ ചെയ്യാതെ പോകില്ല. എൻ്റെ കോപം എന്ന് പറയും, ഇപ്പം ഞാൻ ഈ തമിഴ്നാട്ടിൽ ചെന്ന് താമസമായ ശേഷം ഉൾക്കൊണ്ടതായിരിക്കും. തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കോംബോ ഉണ്ടാവും. ഇഡ്ഡലി 1-2 ഉണ്ടാവും, ഒരു സൈഡിൽ മസാല ദോശ ഉണ്ടാവും, പിന്നെ ഈ മറ്റേ കേസരി ചിലപ്പോൾ ഏതെങ്കിലും ഈ സ്വീറ്റ് ഏത് കേസരിയാകും കൂടുതൽ, വട അതിൻ്റെ കൂടെ, പൊങ്കൽ, ഇത്ര സ്ഥലങ്ങൾ കോംബോ ആയിരിക്കും. മിനി ഇഡ്ഡലി ഓർ പൊടി ഇഡ്ഡലി. ഇതാണ് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും പല മിക്ക സമയങ്ങളിലുണ്ട് കോംബോയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവാണ് ഈ സാധനം. ഇതിൽ ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം. അത് ഒന്നിച്ചുള്ള സംഭവമാണ്. ഇത് 3 ശരിക്കും കഴിച്ചു പോകും. അല്ലേ, അത് കഴിച്ചു പോകും. നല്ല ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ട്. ശരി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് ഏതാ? കേക്ക് സ്റ്റോറി പറയുമ്പോൾ കേക്ക് പറയാണ്ട് പോകാൻ പറ്റില്ല. കേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കേക്ക്സ് ഉണ്ടല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് ഏതാ, അല്ലെങ്കിൽ നൊസ്റ്റാൾജി എടുപ്പിക്കുന്ന ഒരു കേക്ക് ഏതാ? അത് ശരിക്കും പണ്ട് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ക്രിസ്മസിൻ്റെ പ്ലം കേക്കാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിച്ചത് അത് അച്ഛൻ്റെ വീട്ടിനടുത്ത്, ഞാൻ കുട്ടിയായിരുന്നപ്പം അച്ഛൻ്റെ വീട്ടിനടുത്ത് സിറ്റിയിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. ഒരു മേരിയമ്മ, അവരുടെ മകൻ ജോൺ ചേട്ടനൊക്കെ എല്ലാ ക്രിസ്മസിനും ഇവർ കേക്ക് കൊണ്ടുവരും വീട്ടിൽ. ഈ കേക്കിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു കേക്കാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത കേക്ക്.
ഓക്കെ പ്ലം കേക്ക് അത് മറ്റേ ഐസ് മറ്റേ ഡാർക്ക് ഹാർഡ് ഐസിങ്ങുള്ള ആ ഒരു പ്ലം കേക്ക്. അതിന്റെ രുചി ഇപ്പോഴും വാക്യത്തിന് കിടക്കുന്നുണ്ട്. എല്ലാ കേക്കും ഇഷ്ടമാണ്, എല്ലാം എല്ലാം ഇഷ്ടമാണ്. പ്ലം കേക്ക് ഇഷ്ടമാണ്, ക്രീം കേക്ക്സ് എല്ലാം. ഓക്കെ അശേർണോ? എനിക്ക് എൻ്റെയൊക്കെ സമയങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ 1-2 കേക്കുകളെ സത്യത്തിൽ ഒന്നുള്ളതാണ്. അതെ അതെ. ഇനി നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ കണ്ടിട്ട് അത്രയും നമുക്ക് അവൈലബിൾ അതെ. ഒന്ന് ഈ പറഞ്ഞ ഐസിങ് വെച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ വെളിയിൽ ഈ മധുരമൊക്കെ കുറുക്കിയ പൂവും കാര്യങ്ങളൊക്കെ ഇത് ആദ്യം എടുത്ത് പൊടിച്ച് കഴിച്ചു അന്ന്. പിന്നുള്ള ഈ പ്ലം കേക്കിന് ഇഷ്ടമാണ്. പ്ലം കേക്ക് കഴിയുന്ന സമയങ്ങളിൽ വേറെ ഒരു മാർബിൾ കേക്ക് എന്നൊരു സംഭവം, ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത്. അത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ വെള്ള കളറായിരിക്കും, അതെ അത് ഭയങ്കര ഇഷ്ടം. ഈ 2 കേക്കാണ് സത്യത്തിൽ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ്. അത് അരുൺ എനിക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഹാർഡ് ഐസിങ് ഉള്ള ഒരു കേക്ക്, അത് പക്ഷെ ഇപ്പൊ കിട്ടാനില്ല, വളരെ റെയറാണ്. ചില ക്രിസ്മസ് ആ സമയത്ത് മാത്രം സ്പെഷ്യലായിട്ട് ചില കടകളിൽ മാത്രം കാണാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ടീ കേക്ക്, ആ സാധനത്തിന്റെ ഒരു ഫാനാണ്. അത് എപ്പം എവിടെ ചെന്നിരുന്നാലും. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ടീ കേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന സാധനം മറ്റേ ഒരു പബ്സിന്റെ പൊടി കൊടുത്ത ഒരു പണി കിട്ടും. അത് കേക്ക് അല്ല, കേക്കിനെ പോലെ ടീ കേക്ക് പോലെ കവർ ചെയ്ത് വെച്ചേക്കും, അതേപോലെ ഇരിക്കും. പക്ഷെ തുറന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ പബ്സിന്റെ ഒരു മനസ്സിലായി. പിന്നെ വണ്ടർ കേക്ക് എന്നുകൊണ്ടൊരു വണ്ടർ കേക്ക്, ഫ്ലവേഴ്സ് ഒക്കെ പലതും. ഈ മറ്റേതൊക്കെ കുറച്ചുകൂടെ ജെനുവിനിറ്റി ഉണ്ടെന്ന് പറയാം. പണ്ടുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ സംഭവം ഉണ്ട്. അത് ഒരു പരിചയമായല്ലോ. അത് മനസ്സിൽ കിടക്കുന്ന കേക്ക് ഇപ്പോഴും ഇത് തന്നെ. ഒരുപാട് ഫ്ലവേഴ്സ് ഇപ്പോൾ ഉണ്ടല്ലോ. അതെ. ഓക്കെ. ആ ഒരാൾ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഷൂട്ടിംഗ് സെറ്റ് അടിപൊളിയായിരുന്നു കേക്ക് സ്റ്റോറിയുടെ. ആരാണ് അയാൾ? കേക്ക് ആരാണ് അയാൾ? അത് കേൾക്കുന്നല്ലേ? കേക്ക് അല്ലാത്തൊരാൾ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ല ജോളിയായിരുന്നു ആളുടെ പ്രസൻസ് ഒക്കെ. എല്ലാവരും അങ്ങനെയാണ്. ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത്. അങ്ങനെ ഒരാൾക്ക് മാത്രം ഒരു എന്നും ഞങ്ങൾ ജോലിയായിരുന്നു. ടെൻഷൻ ഉണ്ടായ ദിവസങ്ങളുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ സെറ്റിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. എനിക്ക് തോന്നുന്നു അശോകനെ പോലെ ഇപ്പം പണ്ട് തൊട്ടേ ഷൂട്ടിംഗ് സെറ്റുകൾ പോകുന്ന സമയത്തൊക്കെ ഇന്നൊരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ ആ ഒരു പരിസരം തന്നെ ഓണാക്കും. അങ്ങനെ ഒരാളാണ്. കുറേ പേരുണ്ടോ അങ്ങനെ? ഒരാൾ പരാജയപ്പെട്ട അല്ല, എന്നാലും നമുക്ക് തോന്നില്ലോ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി അടിപൊളിയായനെ. അല്ലെങ്കിൽ അതിലൊരാള് ഒരുപാട് പേരെ എനിക്ക് പറയാൻ പറ്റും. അതെ, ഒരുപാട് ഒന്നുമില്ലെങ്കിലും കുറച്ച് പേരുണ്ട്. ആ കുറച്ച് പേരിൽ ഒരാള് ജഗതി ചേട്ടനായിരുന്നു. പുള്ളി അല്ലാതെ സെറ്റിൽ വന്നാൽ മാറിയത് വളരെ, പുള്ളി ബേസിക്കലി ഈ ഹ്യൂമർ വേഷങ്ങൾ ചെയ്യുമെങ്കിലും ശരി, മാറി ഇരുന്ന് വളരെ സീരിയസ് ആയിട്ട് മനുഷ്യനാവും. ഭയങ്കര ചിലപ്പം ചില കുറുമ്പ് നിമിഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കളിക്കളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി ആളൻ മാറും. നമ്മൾ ഈ പുള്ളി ചെയ്യുന്ന പെർഫോമൻസ് കണ്ട് നമ്മൾ ചിരിച്ചു പോകും, അല്ലേ? അതാ ജഗതിയുടെ പ്രത്യേകത. പിന്നെ എന്നാൽ ചില സമയത്ത് ഇത് കഴിഞ്ഞാൽ മാറുകയും വളരെ സീരിയസ് ആണ്. അങ്ങനെയുണ്ട്. അല്ലാത്ത സമയത്ത് ചിലപ്പോൾ തമാശ പറയുകയും ചെയ്യും. പുള്ളിയുടെ അതിൻ്റെ മൂഡനുസരിച്ചാണ് പുള്ളി ചെയ്യുന്നത്. ജഗതിച്ചേട്ടനെ ഇപ്പോൾ ഒരുപാട് കഥകളുണ്ട് അങ്ങനെ പറയുകയാണ്. പിന്നുണ്ട് അങ്ങനെയുള്ള നെടുപടി വേണ്ടിച്ചേട്ടനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു വേണ്ടിച്ചേട്ടൻ. അതിന് വരുന്നതൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളവരാണ്. തിലകൻ ചേട്ടൻ ഇതിലൊക്കെ ഒരുപാട് പഠിക്കാനുള്ളവരാണ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ സെറ്റിൽ നിറഞ്ഞു നിൽക്കും. ജഗദീഷ് അവിടെ കംപ്ലീറ്റ് ഒന്ന് ഇളക്കും. ഒന്നിപ്പോൾ നമ്മൾ എടുക്കുന്ന ഷോട്ട് അതിൽ ജഗദീഷ് ചേട്ടൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ജഗദീഷ് ചേട്ടനോട് തുറന്നു പറയാം. ജഗദീഷ് ചേട്ടൻ തുറന്നു പറഞ്ഞാൽ അതിന് പുള്ളി അങ്ങോട്ട് ആക്റ്റീവ് ആവും. ആ സെറ്റിനെ എപ്പോഴും നല്ല, ഞാൻ ഒരുപാട് പടം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ആയുധ പടം തൊട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ആ സെറ്റിനെ അങ്ങനെ ജീവനുള്ളാക്കി പോകും. ജഗദീഷ് ഉണർത്തി പോകും. ശരിയാണ്. അരുണോ അത് തന്നെ. അതന്നെ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഫുഡി ആയിട്ടുള്ള ഒരാളാരായിരുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അങ്ങനെ ആരും ഇല്ലായിരുന്നു. എല്ലാവരും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഉണ്ടാവായിരിക്കും. വേദക്കായിരിക്കും. വേദ എപ്പോഴും ടെൻഷനായിട്ട് ഓടിക്കൊണ്ട് അഭിനയിക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ ഡയറ്റിലായിട്ട് അധികം കഴിച്ചിട്ടില്ല. ഓക്കെ. ചേട്ടാ, ഇപ്പോൾ ബാബുവാനൻ സാറുണ്ട്, ജോണി ചേട്ടനുണ്ട്. അപ്പോൾ ഇവരായിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് എങ്ങനെയായിരുന്നു? ഇവരുടെ കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയാണ്? ബാബുവാനൊക്കെ ഞാൻ എത്ര വർഷം കൊണ്ട് അഭിനയിക്കുന്നതാണ് ഞങ്ങൾ ഒരുമിച്ച്.
പല പടങ്ങളിലും മുഖപോലെ അഭിനയിച്ചിട്ടുണ്ട്. ജോണി ആന്റണിയെ ഒരു നടനായിട്ടുള്ളവർ ഒന്നിച്ച് അഭിനയിക്കുന്ന ഈ പടത്തിലാണ് ഞാൻ. ആദ്യമായിട്ടാണ്. ജോണിയെ ഒരു ഡയറക്ടറായിട്ട് നമുക്കറിയോ, ഒരുപാട് പടങ്ങൾ ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ജോണി അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ പോലും ഞങ്ങൾ അഭിനയിച്ച പടത്തിലാണ് അസിസ്റ്റൻ്റായിരുന്നു ജോണി. അത് വളരെ രസമാണ് അഭിനയിക്കാൻ. വളരെ കോപ്പറേറ്റീവാണ്. നമുക്ക് വളരെ കംഫർട്ടബിളാണ് ഇവരെല്ലാം. കംഫർട്ടബിൾ അല്ലാത്ത പല ആൾക്കാരുണ്ട് കേട്ടോ, അത് പേര് പറയുന്നില്ല, അത് പറയാൻ ശരിയല്ലല്ലോ. നമുക്ക് അങ്ങനെയുള്ളവർ പലരും ഉണ്ടാത്ത ഒരുപാട് പേരുന്നില്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇവരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഈ സെറ്റിൽ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അതൃപ്തിയായിട്ടും നമുക്കൊന്നും ഉണ്ടായിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ അശോകൻ പറഞ്ഞില്ല, ഈ നമുക്ക് കംഫർട്ടബിൾ അല്ലാത്ത ആളുകളായിട്ട് അഭിനയിക്കുമ്പോൾ ഇത് നമ്മുടെ അഭിനയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? ചിലപ്പോൾ അത് മനസ്സിൽ, പക്ഷേ നമ്മളത് മാറ്റിയേ പറ്റൂ. അഭിനയത്തെ കൊണ്ട് ചില ആൾക്കാരുണ്ട് അതിനകത്ത്. ഇത് ഈ അഭിനയിക്കുമ്പോൾ ഒരിക്കലും ആരെങ്കിലും ഒരാൾ ഇറിറ്റേറ്റ് ഇപ്പോൾ ഒരു പക്ഷേ ഡയറക്ടർ തന്നെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമല്ലാതെ പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല. ഇപ്പോഴേക്ക് നാട്ടിച്ചുള്ള എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുക, ആ രീതിയിൽ സംസാരിക്കുക, അതല്ല എന്ത് ധൃതി കാണിക്കുക, വേഗം എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടേക്ക് ഒക്കെ വിചാരിക്കുന്നത് ഒരു ഷോട്ട് ചിലപ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ എടുക്കുന്നത് നമ്മൾ ശരിയാകാത്തൊക്കെ നമുക്ക് പല കാര്യങ്ങളുണ്ട്. അങ്ങനെ വയ്ക്കുമ്പോൾ കൂടെ ഏതെങ്കിലും സ്ഥലത്ത് അതൊക്കെ മതിയെന്നേ ഓക്കെ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അവർക്ക് വേഗം പോകണമായിരിക്കും വീട്ടിൽ എന്നൊരു കാര്യത്തിലായിരിക്കും. അല്ലെങ്കിൽ ചിലർ സ്വഭാവം അത് നമുക്കത് കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയും കാര്യങ്ങളും ഇറിറ്റേഷനുമുണ്ട്. എല്ലാത്തിനും വെറുതെ വിമർശിക്കാൻ നടക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെയുള്ള ഒരു 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 ഡിസ്കംഫോർട്ട് ചിലരിൽ നിന്ന് കിട്ടാറുണ്ട്. മുമ്പൊക്കെയാണ്, ഇപ്പം അങ്ങനെ അധികം കിട്ടാൻ തോന്നില്ല. പണ്ടൊക്കെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മളും അത് മനസ്സിലാക്കാതെ മാത്രമല്ല നമ്മളും സഹിച്ചു കൊടുക്കില്ല. അല്ല എന്നാലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ഈ ചാഞ്ഞ് കിടക്കുന്ന മരത്തിലെല്ലാം വിഷം കയറാൻ ശ്രമിക്കുള്ളൂ. വളഞ്ഞു കിടക്കുന്ന ആദ്യം പെട്ടും എന്ന് പറഞ്ഞ പോലെ അത് നമ്മളതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ ഇത്രയും വലിയൊരു കരിയറാണല്ലോ. ഇപ്പോൾ ഈ കരിയറിൽ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു ചവിട്ടിത്താഴ്ത്തലുകൾ അല്ലെങ്കിൽ പറയപ്പെടാത്ത തരത്തിലുള്ള റിജക്ഷൻസ് അല്ലെങ്കിൽ അദ്ദേഹം അശോകൻ വേണ്ട എന്ന തരത്തിലുള്ള ചില നിലപാടുകളൊക്കെ എവിടുന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഉണ്ടാകുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചില പടങ്ങളൊക്കെ വേണ്ടാന്ന് ചില ചുരുക്കമായിട്ട് ചില സംഭവങ്ങളൊക്കെ അങ്ങനെ നമ്മൾ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ സിനിമ അറിയാതെയോ നമ്മളെ കാസ്റ്റ് ചെയ്യാത്ത വളരെ അടുപ്പമുള്ളവർ പോലും ചില ആൾക്കാർ നമ്മളെ കാസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെയുണ്ട്, ചില ആൾക്കാരുണ്ട്. അത് നമ്മൾ പേരൊന്നും പറഞ്ഞില്ല, പക്ഷേ ഇത്രയും വർഷമായിട്ട് അങ്ങനെയുള്ളവരുണ്ട്. ഗുരുവൊന്നുമില്ല. അപ്പോൾ അവരവരുടെ താല്പര്യം, സന്തോഷം, അവരുടെ കാര്യം ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലിയും ചെയ്യുന്നു. അതെ, അത്രയേ ഉള്ളൂ. അശോകൻ വേണം എന്ന ഞങ്ങളുടെ തീരുമാനമാണ് കേസ് സ്റ്റോറി ഇത്ര ഹൈലൈറ്റ് ആക്കിയത്. ഉറപ്പായിട്ടും ഞാൻ അതിലേക്കായിരുന്നു. ഞാൻ ഇവിടുന്ന് നേരെ ഷിഫ്റ്റ് ഓൾറെഡി പറഞ്ഞു. ശരിക്കും അദ്ദേഹം കേന്ദ്ര കഥാപാത്രം. ഈ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ അശോകേട്ടൻ മനസ്സിലുണ്ട്? പലവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനലി അത് അശോകനിലെത്തി. കാരണം പറഞ്ഞ അശോകനെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾ ഡ്രസ്സും മേക്കപ്പ് ഒക്കെ ആയിട്ട് എത്തുന്നത്. അത് ഇട്ട് നോക്കി ഞങ്ങളുടെ കഥാപാത്രമാക്കിയ ശേഷം ഞങ്ങൾ ഫൈനൽ ചെയ്തത്. ഇത് മൊത്തം ചെത്ത് പയ്യന്മാരാണല്ലോ. അതാ ഈ ഗെറ്റപ്പ് ആയിട്ടാ ഞങ്ങൾ അശോകനെ കാണാൻ ഹോളിഡേയിന് പോയത്. കണ്ടാൽ 80 വയസ്സ് പറയുമോ? ആർക്ക് 80 വയസ്സ്? എന്റെ അറിയാതെ യഥാർത്ഥത്തിലുള്ള 80 വയസ്സിനകത്ത് പറയുമോ? 80 വയസ്സില്ല. ഞങ്ങൾ കാണാൻ പോകുമ്പോൾ മേക്കപ്പ് മാൻ ഉണ്ട്, കോസ്റ്റ്യൂമർ ഉണ്ട്, പിന്നെ ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള ഒരു ടീം തന്നെ ഉണ്ട്. എല്ലാവരും കൂടിയാണ് പോയത്. എന്നിട്ട് അശോകനെ ഈ മേക്കപ്പ് ഇട്ട് നോക്കി ഞങ്ങൾക്ക് കൺവിൻസ്ഡ് ആയതിനു ശേഷമാണ് ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കുന്നത്. കൺവിൻസിങ് ആയില്ലെന്നുണ്ടെ കാശും തരത്തില്ല. അപ്പോഴേ പൊടി തട്ട് തൂത്തി നമുക്ക് കാണാൻ കേട്ടോ നോക്കാൻ വന്നതാണ്. ആ ഒരു ഗെറ്റപ്പ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അത് വേണ്ടിയിരുന്നു, ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിൽ ഞങ്ങൾ കള്ളം പറയുന്നില്ല. അത് പെർഫെക്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ആ കഥാപാത്രം. പിന്നെ ലൊക്കേഷനിൽ ഓരോ ദിവസവും അശോകൻ നമ്മളെ അത്ഭുതപ്പെടുത്തുമായിരുന്നു ആക്ടിങ് കൊണ്ട്. അതെനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടങ്ങൾ കണ്ടിട്ട് ഈ ഇതിനകത്തുള്ള കുഞ്ചു വർഗീസ് ആയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. അതായത് 50 വർഷം മുമ്പ് അശോകന്റെ പ്രണയത്തിലുണ്ടാക്കിയതാണ് കേക്ക്. ആ കേക്കിൻ്റെ കഥയാണ് ഇപ്പോഴും വരുന്നത്. അപ്പം 2 കാലഘട്ടത്തിൻ്റെ പ്രണയം ഇതിനകത്തുണ്ട്. 50 വർഷം മുമ്പത്തെ പ്രണയമുണ്ട്, ഇന്നത്തെ പ്രണയമുണ്ട്. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് വേദയുടെ ഒരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് അത് ചെയ്തു. കിങ്സ്ലി ഉണ്ട്, തമിഴ് നടൻ കിങ്സ്ലി, അശോകൻ്റെ കൂട്ടുകാരനായിട്ട് അവിടെ വരുന്നുണ്ട്. 50 വർഷം മുമ്പ് വരുന്നുണ്ട്. കിങ്സ്ലിയുടെ ആദ്യത്തെ മലയാള പടമാണ്. മല്ലിക ചേച്ചി ഉണ്ട്. ഇതെല്ലാ കഥാപാത്രങ്ങളും, എല്ലാ ആർട്ടിസ്റ്റുകളും, മേജർ രവി ഉണ്ട്, ഒന്നിനൊന്ന് മത്സരിച്ച് അഭിനയിക്കുന്നവരാണ്. ജോണി ആന്റണി എല്ലാവരും തന്നെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് അഭിനയിക്കുന്നത് കൊണ്ട് ബാബു ആന്റണിക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ മത്സരം നമുക്ക് ശരിക്ക് പടത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കേസ് സ്റ്റോറിയുടെ നല്ലൊരു വിജയമായിട്ടുണ്ട്. ഈ പ്രണയത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ അശോകേട്ട, ശോഭനേശിയെ നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട് പത്മേട്ടൻ്റെ പടത്തിൽ.
അത് അടൂരിൻ്റെ പടം. സോറി, അടൂർ സാറിന്റെ പടത്തിൽ. അപ്പോൾ സോറി ട്ടാ. അപ്പോൾ ശോഭനേച്ചി നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട് അടൂർ സാറിന്റെ പടത്തിൽ. അപ്പോൾ ഈ ഒരു സീനിൽ എന്തായിരുന്നു ആ ഒരു നറേഷൻ? എങ്ങനെ പ്രണയം, അശോകന്റെ കണ്ണിലും ഭാവങ്ങളിലും ഒക്കെ ആ പ്രണയം നമുക്ക് കാണാം. അതേ പ്രണയത്തെ പറ്റിയാണ് സാർ ഇപ്പം എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രണയമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എന്താണ് ആ ഒരു മെമ്മറി ശരിക്കും അശോകന്റെ? അത് എന്താ പറയുന്നത്, ശോഭന ചേച്ചി ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്തുള്ള അതെ 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 അത് പിന്നീട് അതിനകത്ത് ഒരുപാട് ട്രോള് വരുന്നുണ്ട്. അതിനകത്ത് ഒരു പാട്ടുകൂടെ മിക്സ് ചെയ്യുന്നത്. വേറെ വേറെ പാട്ട്. ആദ്യം ഒരു പാട്ടാണ്, ഇപ്പൊ വേറൊരു പാട്ടായി പാട്ട് അത് അതിനകത്ത് പാട്ടേ ഇല്ല. ഈ പുള്ളിയുടെ പടങ്ങളിൽ പാട്ടില്ലല്ലോ. പാട്ടില്ല. അതെ, പക്ഷെ പാട്ട് കയറ്റിപ്പോ അതിന് വേറൊരു മനോഹാരിത വരുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അല്ല, അതിന് വേറെ കളറായി. തീർച്ചയായും അതൊക്കെ ഉണ്ട്. നമ്മളതിൽ കേൾക്കുന്നത് അങ്ങനെ അറിയാത്തവരതിങ്ങനെ പാട്ടാണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. അല്ല, അത് പറഞ്ഞ പോലെ അത് ആ ക്യാരക്ടർ ഒരു മെന്റലി ഡിപ്രസ്ഡ് ക്യാരക്ടർ അനന്തരത്തിന്. അത് അങ്ങനത്തെ ഒരു ചെറുപ്പത്തിൽ വളരെ മിടുക്കനായ ഒരു പയ്യൻ, അവൻ്റെ സാഹചര്യങ്ങളോ എന്തുകൊണ്ടോ അവൻ ഒരു വഷളായി പോയത് കഞ്ചാവും ഒക്കെ ആയിട്ട് ഡ്രഗ്സും ഒക്കെ ആയിട്ട് പോകുന്ന സംഭവങ്ങളാണ്. മിടുക്കനായിട്ടുള്ള ഒരാൾ അജയ് എന്ന് പറയുന്ന ക്യാരക്ടർ. വീട്ടിൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ അയാൾ അങ്ങനെ ആയി പോകുന്നു. അതാണ് ക്യാരക്ടർ. അങ്ങനെ അയാളുടെ ഒരു ലവറാണ് അയാൾ. അതേസമയം ഈ ചേട്ടൻ്റെ ഭാര്യയെ അയാളുടെ കാമുകി ആണ് എന്ന് ഫിക്സ് ചെയ്യുകയാണ് മമ്മൂട്ടിയുടെ. ശരിക്കും പുള്ളിയുടെ ഭാര്യയായിട്ടാണ്, മമ്മൂക്കയുടെ ഭാര്യയാണ് ശോഭന. അത് കല്യാണം കഴിച്ചിട്ടപ്പോൾ എൻ്റെ ഒരു വൈഫാണ് കാമുകിയാണെന്ന് പുള്ളിയുടെ ഉപബോധ മനസ്സിൽ അങ്ങ് തോന്നുക. മെന്റലി കുറച്ച് പ്രശ്നങ്ങളാണ്. അതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളോ അതിൻ്റെ അങ്ങനെ സൈക്കോളജിക്കൽ അങ്ങനെ പ്രശ്നത്തിൽ പോകുന്നതാണ് ഇത് പറഞ്ഞു തന്ന സമയത്ത്. പക്ഷെ നമുക്ക് ആ ഒരു സീൻ മാത്രമായിട്ട് നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കരമായ ഒരു പ്രണയം കണ്ണിലൊക്കെ ഉണ്ട് അശോകന്റെ. അതൊക്കെ എങ്ങനെ ആവാഹിച്ചെടുത്തു? അതൊക്കെ ടെക്നിക്കാ പറയില്ല, പറഞ്ഞില്ല. എനിക്കൊന്ന് എനിക്കും അതിനോട് പറയണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മള് സിനിമയൊക്കെ സീരിയസ് ആയി കാണാൻ തുടങ്ങി, സിനിമകൾ കണ്ടു തുടങ്ങിയപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അശോകനെ ഈ പടത്തിൽ വെച്ചാൽ കാണുന്നത്. നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്ത് പരിചയപ്പെട്ടിട്ടൊന്നുമല്ല. അന്ന് തൊട്ടേ എനിക്ക് ഭയങ്കര അസൂയായിട്ട് തോന്നാം. കാരണം ഒരു എല്ലാവരുടെയും സിനിമ മെയിൻ ഡയറക്ടർ, നമ്മൾ ലെജൻസ് ആയിട്ട് കാണുന്ന എല്ലാവരുടെയും സിനിമയില് നായകനായിട്ടും മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ആ സമയത്ത് വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്, വേറെയും ഒരുപാട് നടന്മാരുണ്ട്. ആ സമയത്ത് സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നടന്മാർ ഒരുപാടുണ്ട്. പക്ഷേ ചേട്ടനാണ് അതെല്ലാം ചെയ്തത്. ഒരു ഭയങ്കര ഞാൻ എന്താ പറയാ, ഒരു എൻവി ചെയ്ത് കാണുന്ന സംഭവമാണ് ആ സുഖിയോട് കാണുന്നത്. അതൊരു ദൈവാധീനം വരുന്നില്ല, അങ്ങനെ ഒരു യോഗം. അതാണ് എന്ത് പറയാൻ. സോ എന്തായാലും നമുക്ക് ഇനിയും സംസാരിച്ച് തീരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കേക്ക് സ്റ്റോറിയെ പറ്റിയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് സമയം പരിമിതമാണ്. അപ്പോൾ എനിവേ എന്തായാലും അപ്പോൾ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളുണ്ട്. കേക്ക് സ്റ്റോറി ഒരേ സമയം മധുരവും പലതരം ഫീച്ചേഴ്സ് ഉള്ള പലതരം ഫ്ലേവേഴ്സ് ഉള്ള കേക്ക് സ്റ്റോറി ഒരു ഫാമിലിക്ക് ധൈര്യസമേതം പോയി കാണാം. കാരണം അപ്പൂപ്പൻ തൊട്ട് കുട്ടി വരെ ഒരുമിച്ചിരുന്ന് കാണാം. അതിൻ്റെ അകത്ത് സഭ്യമല്ലാത്ത ഒന്നും തന്നെ ഇല്ല, പേടിപ്പെടുത്തുന്ന ഒന്നുമില്ല, പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതൊന്നുമില്ല. എന്നാൽ മധുരം ഒരുപാടുണ്ട്, ജീവിതത്തിൻ്റെ ഒരുപാട് മധുരതരമായ നിമിഷങ്ങളുണ്ട്. അതുകൊണ്ട് കേക്ക് സ്റ്റോറി ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം തന്നെയാണെന്ന് വീണ്ടും നിങ്ങൾ ഫോറിനേഴ്സ് ഉണ്ട്. 5 എവിടെയും പറഞ്ഞില്ല നമ്മളല്ലേ. അതെ അതെ, 2 സെബിയൻസ് ഉണ്ട്, ഒരു റഷ്യ ഉണ്ട്, 2 അമേരിക്കൻസ് ഉണ്ട്. അവർ ത്രൂ ഔട്ട് വേഷ നമ്മൾ കാണുന്ന ടൈപ്പ് കഥയല്ല. സർപ്രൈസ് ആയി. സുനിലിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു 2ാം വരവാണ്. അതെ, പക്ഷേ ഇത്ര ഹിറ്റുകൾ ഒരിക്കലും ഒരു ഗ്യാപ്പിന് ശേഷം. അതാണ് റിക്വസ്റ്റ് ഉള്ളത് അല്ലേ? റിക്വസ്റ്റ് ഉള്ളത് ഇനിയും ഗ്യാപ്പ് എടുക്കരുത്. പിന്നെ പഠിപ്പിക്കേണ്ട. അല്ല, ചെയ്ത പടം 90% ഹിറ്റ്. അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് 12 വർഷം ഗ്യാപ്പ് എടുത്തില്ലേ, മലയാള സിനിമക്ക് നഷ്ടം സംഭവിച്ചില്ലേ? അല്ല, അതൊരു ഒരു പുതിയതിനു വേണ്ടിയാണ്. ഉറപ്പായിട്ടും സിംഹം പുറമോട്ടിരിക്കുന്നത് ഇരയെ പിടിക്കാൻ മുന്നോട്ട് ചാടാൻ വേണ്ടിയാണ്. അടിപൊളി. അപ്പോൾ എന്തായാലും ഈ ഒരു ചിരി പോലെ തന്നെ തിയേറ്ററിൽ നിന്ന് ആളുകൾക്ക് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സിനിമയായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.